ഓക്കെ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ലൂപ്പ് എടുത്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ഒരു ലൂപ്പ് എടുത്തുകൊണ്ട് വന്നു. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കറണ്ട് ഒഴുകുന്നുണ്ട്. കറണ്ട് ഒഴുകുന്ന ഒരു ലൂപ്പ് എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് ഞാൻ ഇതിനെ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ട് വെച്ചു. ഒരു നോർത്ത് പോളിൻ്റെയും സൗത്ത് പോളിൻ്റെയും ഉള്ളിലായിട്ട് ഇതിനെ പ്ലേസ് ചെയ്തു. ഒരു കറണ്ട് ഒഴുകുന്ന ലൂപ്പ് എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് അതിനെ ഇതിൻ്റെ ഉള്ളിൽ പ്ലേസ് ചെയ്തു. ഇനി ലൂപ്പിനൊരു പേര് കൊടുക്കുക. ABCD പേര് കൊടുത്തു. ഇത് പ്രത്യേകം സൂക്ഷിക്കുക. ഈ ലൂപ്പിനെ ഞാനിവിടെ സൈഡിൽ മാറ്റി വരയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ ലെങ്ത് എത്രയാണ്, ബ്രെഡ്ത്ത് എത്രയാണ്, ലെങ്തും ബ്രെഡ്ത്തും ഒരേപടുത്തി, നീളവും വീതിയും. ഓക്കെ. ഇങ്ങനെ ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു ലൂപ്പുണ്ട്. ഈ ലൂപ്പിലേക്ക് ശ്രദ്ധിക്കുക. വളരെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഓക്കെ. അപ്പം ഈ AB എന്ന് പറഞ്ഞ ലൂപ്പും AB എന്ന് പറഞ്ഞ കണ്ടക്ടറും BC എന്ന് പറഞ്ഞ CD എന്ന് പറയുന്ന ഈ കണ്ടക്ടറും, ഈ രണ്ട് സ്ഥലത്ത് ആംഗിൾ എത്രയായിരിക്കും? അതായത് ഇങ്ങോട്ടേക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, കണ്ടക്ടർ ഉണ്ടാവുക ഇങ്ങനെ താഴത്തേക്ക്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടും കറണ്ട് ഒഴുകുന്നത് ഇങ്ങനെ. ഇത് തമ്മിലുള്ള ആംഗിൾ ഇപ്പോൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ ABയിലും CDയിലും കറണ്ട് 90 ഡിഗ്രിയിലായിരിക്കും. അതായത് മാഗ്നറ്റിക് ഫീൽഡും കറണ്ടും തമ്മിലുള്ള ആംഗിൾ അവിടെ 90 ഡിഗ്രി ആയിരിക്കും. പക്ഷേ ബാക്കിയുള്ള സ്ഥലം ശ്രദ്ധിക്കുക. BCയും ADയും. BCയിലൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. മാഗ്നറ്റിക് ഫീൽഡ് നോർത്തിൽ നിന്ന് സൗത്തിലേക്ക്. പക്ഷേ BC എന്ന് പറഞ്ഞാൽ കണ്ടക്ടർ ഇങ്ങനെയാണുള്ളത്. ഇപ്പോൾ കറണ്ട് ഒഴുകുന്നതോ ഇത് രണ്ടും ഇപ്പോൾ പാരലലാണ്. അപ്പോൾ ഇവിടെ തീറ്റയുടെ വാല്യൂ എത്രയാണ് നമുക്ക് കിട്ടുക? തീറ്റ 0 ആണെന്ന് കിട്ടും. ഇവിടെ തീറ്റയുടെ വാല്യൂ എത്രയാണെന്ന് കിട്ടുക? തീറ്റ 90 ഡിഗ്രി ആണെന്ന് കിട്ടും. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്കറിയാം, ഞാൻ ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഫോഴ്സിനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാമോ? ഫോഴ്സിനുള്ള ഇക്വേഷൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാൽ എന്ത് കിട്ടും? ബില്ല് കിട്ടും. അപ്പോൾ ഫോഴ്സ് എന്താണ്? ബില്ല്. അപ്പോൾ ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ഫീൽഡ് B ഇൻറ്റു കറണ്ട്, അതിൻ്റെ ഉള്ളിലൂടെ ഒഴുകുന്ന കറണ്ട് I ഇൻറ്റു ലെങ്ത്, കണ്ടക്ടറിൻ്റെ ലെങ്ത് L ഇൻറ്റു സൈൻ തീറ്റ. ഇത്രയും സാധനങ്ങൾ വേണം. അപ്പോൾ ഫോഴ്സിനുള്ള ഇക്വേഷനാണ് ബില്ല്, BIL സൈൻ തീറ്റ. ഓക്കെ. ഇനി ഓരോ സ്ഥലത്തും ഫോഴ്സ് എടുത്ത് കൊടുക്കാം. ഈ ABയിലുള്ള ഫോഴ്സാണ് ഞാൻ കണ്ടുപിടിക്കുന്നത്. ABയിലുള്ള ഫോഴ്സാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? മാഗ്നറ്റിക് ഫീൽഡ് B ഇൻറ്റു അതിൻ്റെ ഉള്ളിലൂടെ ഒഴുകുന്ന കറണ്ട് എത്രയാണ്? കറണ്ട് I. അതിൻ്റെ ലെങ്ത് എത്രയാണ്? ലെങ്ത് L. ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ലെങ്ത് L തന്നെ. പിന്നെ സൈൻ തീറ്റയുടെ വാല്യൂ എന്താണ്? സൈൻ 90 ഡിഗ്രി എന്ന് വരും. സൈൻ 90 ഡിഗ്രിയുടെ വാല്യൂ എത്രയാണ്? 1. സൈൻ 90 ഡിഗ്രി 1. അപ്പോൾ ഇവിടെ ഇൻറ്റു 1. ഇത്രയും നമ്മൾ എഴുതി. ഇനി ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ഇപ്പോൾ നിങ്ങൾക്ക് ഫോഴ്സ് കിട്ടി BIL. 1 എന്ന് പറഞ്ഞാൽ ഓക്കെ, പിന്നെ വ്യത്യാസമൊന്നുമില്ല, BIL എന്ന് കിട്ടും. ഇനി നിങ്ങൾക്ക് മനസ്സിലായി ABയിലും ഫോഴ്സ് ഉണ്ട്, CDയിലും ഫോഴ്സ് ഉണ്ട്. ഇനി രണ്ട് ഫോഴ്സും എങ്ങനെയാണുള്ളത്? എന്തായാലും നമുക്കറിയാം AB കൂടെ കറണ്ട് മേളിലേക്കാണ് ഒഴുകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ലൂപ്പിൽ കൂടെ CD കൂടെ കറണ്ട് ഒഴുകുന്നത് എങ്ങോട്ടേക്കായിരിക്കും? താഴേക്ക്. അപ്പോൾ ഒരു സ്ഥലത്ത് കറണ്ട് അപ്വേർഡ് ഡയറക്ഷനിലാണെങ്കിൽ മറ്റേ സ്ഥലത്ത് കറണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനാണ്. സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാവും ABയിലുള്ള ഫോഴ്സും CDയിലുള്ള ഫോഴ്സും. അപ്പോൾ ഞാനിവിടെ എഴുതുവാണ് ഫോഴ്സ് ഇൻ AB. ABയിലുള്ള ഫോഴ്സും CDയിലുള്ള ഫോഴ്സും ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയിരിക്കും, പക്ഷേ ഡയറക്ഷനിൽ എങ്ങനെയായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റാണെന്ന് ഞാൻ കൊടുത്തു. ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും, പക്ഷേ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? യെസ്, ടോർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. നമ്മൾ ഫോഴ്സിന് എഴുതി കൊടുത്തു. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. നമുക്ക് ഓൾറെഡി അറിയാം ടോർക്ക് എപ്പോഴാണ് ജനറേറ്റ് ചെയ്യുന്നത്? ഈക്വലും ഓപ്പോസിറ്റും ആയിട്ടുള്ള ഫോഴ്സുകൾ ആക്ട് ചെയ്യുമ്പോഴാണ് ആരുണ്ടാകുന്നത്? ടോർക്ക് ഉണ്ടാകുന്നത്. ഇനി ഫോഴ്സിന് പകരം നമുക്ക് സിമ്പിളായിട്ട് എന്തിനു എഴുതി കൊടുക്കാം? നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച സാധനത്തെ എഴുതി കൊടുക്കുക. BIL. ഇനി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, രണ്ട് ഫോഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, ABയും CDയും തമ്മിലുള്ള നീളം അതെത്രയാണ്? ഇത് തമ്മിലുള്ള അകലം എത്രയാണ്? ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഡിസ്റ്റൻസ് B ആണ്. ഇനി ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്തിനെ ബ്രെഡ്ത്ത് കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് എന്താണ് കിട്ടുക? ഏരിയ കിട്ടും. അപ്പോൾ നിങ്ങളുടെ ഇക്വേഷൻ എന്തായി? BIA. വളരെ എളുപ്പമല്ലേ? അപ്പോൾ ടോർക്കിനുള്ള ഇക്വേഷൻ കിട്ടി BIA. അടുത്തത് നിങ്ങൾക്ക് എന്ത് അറിയാം?
ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ നിങ്ങൾ എത്ര കറണ്ടിൻ്റെ ലൂപ്പ് എടുത്തു? ഒറ്റ ലൂപ്പ് എടുത്തിട്ടുള്ളൂ. ABCD എന്ന് പറഞ്ഞാൽ ഒറ്റ ലൂപ്പ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ n നമ്പർ ഓഫ് ലൂപ്സ് ഉണ്ടെങ്കിൽ ഫോർ n നമ്പർ ഓഫ് ലൂപ്പ്, അപ്പോൾ നമ്മളിവിടെ എഴുതി കൊടുത്തു ഫോർ n നമ്പർ ഓഫ് ടേൺസ് അല്ലെങ്കിൽ n നമ്പർ ഓഫ് ലൂപ്സ്. കുറേ അധികം ഇതേപോലത്തെ പല ലൂപ്പുകളുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇതിന് ഈ ടോർക്ക് വീണ്ടും കൂടും. ടോർക്കിനെ n ടൈംസ് ആക്കി കൊടുക്കുക. അപ്പം ടോർക്ക് ഈസ് ഈക്വൽ ടു n ഇൻറ്റു BI എന്ന് വരും. A എന്താണ്? ഏരിയ. I എന്താണ്? കറണ്ട്. B എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ്. n എന്താണ്? നമ്പർ ഓഫ് ലൂപ്പ്. ഇനി ശ്രദ്ധിക്കുക, ടോർക്ക് എന്ന് പറയുന്നത് എന്താണ്? അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ n എഴുതി, പിന്നെ ഇവിടെ ആരെഴുതി? കറണ്ട് Iനെ എഴുതി, Bനെ എഴുതി, Aനെ എഴുതി. ഇനി നിങ്ങൾ ഇവിടുന്ന് തിരിച്ചിങ്ങോട്ടേക്കൊന്ന് വായിച്ചു നോക്കിയേ. ABIN, എബിൻ. അപ്പോൾ ടോർക്കിൻ്റെ കംപ്ലീറ്റ് ഇക്വേഷൻ എന്താണ് വരിക? ABIN സൈൻ തീറ്റ. ഇത് വെക്റ്റർ പ്രൊഡക്റ്റാണ്. ആ വെക്റ്റർ പ്രൊഡക്റ്റാണ് ഇങ്ങനെ മാറ്റി എഴുതുന്നത്. ഇത് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാനൊന്നും കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം ഈ വെക്റ്റർ പ്രൊഡക്റ്റിൻ്റെ കാര്യം. അപ്പോൾ എന്തായാലും ഇത് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ടോർക്ക് എന്താണ്? വളരെ എളുപ്പമാണ് ഇക്വേഷൻ. എബിൻ സൈൻ തീറ്റ. ABIN. A ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, B മാഗ്നറ്റിക് ഫീൽഡ് ബിറ്റ്വീൻ നോർത്ത് ആൻഡ് സൗത്ത് പോൾ, I കറണ്ട് ഇൻ എ ലൂപ്പ്, n നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു സൈൻ തീറ്റ. ഓക്കെ, ഇതുവരെ ഓക്കെയാണ്. ഇനി നിങ്ങൾക്ക് ഈ വെക്റ്റർ പ്രൊഡക്റ്റ് ഇവിടെ നിങ്ങോട്ടുള്ള സ്റ്റെപ്പ് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. സൂക്ഷിച്ച് നോക്കുക. രണ്ട് തരത്തിലുള്ള പ്രൊഡക്റ്റ് ഉണ്ട്. A ക്രോസ് B ഉണ്ട്, അതേപോലെ തന്നെ A ഡോട്ട് B ഉണ്ട്. ആദ്യത്തെ ആളെ വിളിക്കുന്ന പേരാണ് വെക്റ്റർ പ്രൊഡക്റ്റ്. രണ്ടാമത്തെ ആളെ വിളിക്കുന്ന പേരാണ് ഒരാൾ വെക്റ്റർ പ്രൊഡക്റ്റും മറ്റേ ആൾ ഡോട്ട് പ്രൊഡക്റ്റും. വെക്റ്റർ പ്രൊഡക്റ്റ് എന്താണ്? A ഇൻറ്റു B ഇൻറ്റു സൈൻ തീറ്റ ചെയ്യണം. ഇതിന് ശേഷം വേറൊരു സാധനം കൂടി ഉണ്ട്, വളരെ പ്രധാനപ്പെട്ടാണ്, ആരും എഴുതാറില്ല. n ക്യാപ്. അതൊരു യൂണിറ്റ് വെക്റ്ററാണ്. ഞാൻ പറഞ്ഞുതരാം. ഇതൊരു യൂണിറ്റ് വെക്റ്ററാണ്. ബാക്കിയുള്ളത് പഠിക്കാം. A ഇൻറ്റു B ഇൻറ്റു സൈൻ തീറ്റ. A ഡോട്ട് B എഴുതാൻ അതിലേറെ എളുപ്പമാണ്. ഇത് തന്നെ നോക്കി ഇവിടെ എഴുതി വെച്ചാൽ മതി. A ഇൻറ്റു B ഇൻറ്റു സൈൻ തീറ്റയ്ക്ക് വരെ എന്ത് വരും? കോസ് തീറ്റ വരും. ഇൻറ്റു വേറെ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ സൂക്ഷിക്കുക, n എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിറ്റ് വെക്റ്ററാണ്. യൂണിറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വെക്റ്ററിൻ്റെ ഡയറക്ഷൻ. ഒരു വെക്റ്ററിൻ്റെ എന്താണ്? ഡയറക്ഷൻ. ഒരു സംഖ്യയെ ഡയറക്ഷൻ കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? സംസാരിക്കുക. ശരിക്കും ചിന്തിച്ച് നോക്ക്. ഇത് മൊത്തം എന്താണ്? ഒരു സംഖ്യയായിരിക്കും. ഇതെന്താണ്? ഒരു ഡയറക്ഷൻ. യൂണിറ്റ് വെക്റ്റർ അല്ലേ? ഒരു സംഖ്യയെ ഡയറക്ഷൻ കൊണ്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും? നിങ്ങൾക്കൊരു വെക്റ്റർ കിട്ടും. പക്ഷേ ഇവിടെ അങ്ങനെയാണോ? A B കോസ് തീറ്റ ഇതെല്ലാം സംഖ്യകളാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് 10, 15 അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഒരു സംഖ്യയായിരിക്കും. അപ്പോൾ ഇതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ഇതെന്താണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ രണ്ട് വെക്റ്ററുകൾ തമ്മിൽ ക്രോസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? A ക്രോസ് B ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? വെക്റ്ററായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് കിട്ടും. രണ്ട് വെക്റ്ററുകളെ തമ്മിൽ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു സ്കെയിലാർ കിട്ടും. അത് കാരണം തന്നെ ഇതിനെ സ്കെയിലാർ പ്രൊഡക്റ്റ് എന്ന് വിളിക്കും, ഇതിനെ വെക്റ്റർ പ്രൊഡക്റ്റ് എന്ന് വിളിക്കും. എളുപ്പമല്ലേ? ഇനി വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. വേറെ ശ്രദ്ധിക്കാനുള്ളത്, ഇനി എയും ബിയും ക്രോസ് ചെയ്താൽ ഒരു വെക്റ്റർ കിട്ടുമെന്ന് പറഞ്ഞു. ആ വെക്റ്ററിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല എന്ന് ഇനി ആരോടും പോയി പറയരുത്. ഇതാ എ എന്ന് പറഞ്ഞ് ഞാനൊരു വെക്റ്ററിനെ കാണിച്ചു, ബി എന്ന് പറഞ്ഞ് വേറൊരു വെക്റ്ററിനെ കാണിച്ചു. ഇത് തമ്മിൽ ക്രോസ് ചെയ്താൽ ഇതിന് രണ്ടിനും പെർപെൻഡിക്കുലറായിട്ട് മൂന്നാമതൊരു വെക്റ്റർ കിട്ടും. ആ വെക്റ്റർ എങ്ങനെ ഇരിക്കുന്നതെന്ന് നിങ്ങൾക്ക് വല്ല പിടുത്തമുണ്ടോ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. എയ്ക്കും പെർപെൻഡിക്കുലർ ആയിരിക്കണം, ബിക്കും പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഇനി ഞാൻ ഇവിടെ ഒന്ന് കാണിച്ചു തരാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം മനസ്സിലാവുന്നുണ്ടോയെന്ന്. എയ്ക്കും പെർപെൻഡിക്കുലർ ആയിരിക്കണം, ബിക്കും പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഈ പേന ഒന്ന് തലതിരിച്ച് ഇവിടെ ഒന്ന് പിടിച്ച് നോക്കിയേ. ഇപ്പോൾ ഈ പേന അങ്ങോട്ടാണ് നിൽക്കുന്നത്, മുകളിലേക്ക്. ഇതിപ്പോൾ ശരിക്കും എന്താണ്? ഒന്നാലോചിച്ച് നോക്കിയേ. എയ്ക്കും പെർപെൻഡിക്കുലറാണ്, ബിക്കും പെർപെൻഡിക്കുലറാണ്. ഇതാണ് എ ക്രോസ് ബി. അപ്പോൾ എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ നിങ്ങൾക്ക് കിട്ടി. മ്യൂച്വലി പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി. എളുപ്പമല്ലേ? ഇതാണ് നിങ്ങളുടെ എ ക്രോസ് ബി. മ്യൂച്വലി പെർപെൻഡിക്കുലർ വിത്ത് എയ്ക്കും പെർപെൻഡിക്കുലറാണ്, ബിക്കും പെർപെൻഡിക്കുലറാണ്. മ്യൂച്വലി പെർപെൻഡിക്കുലർ വിത്ത് എ ആൻഡ് ബി. ഇതാണ് നിങ്ങളുടെ എന്ത്? എ ക്രോസ് ബി എന്ന് പറഞ്ഞ വെക്റ്റർ. എളുപ്പമല്ലേ? അപ്പോൾ പഠിച്ചു കഴിഞ്ഞില്ലേ? അപ്പോൾ വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ് നമ്മൾ പഠിച്ചത്. എന്താണ്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? ഒരു ലൂപ്പിനെ ഇറക്കി വെച്ചു. എന്ത് ലൂപ്പ്? കറണ്ട് ഒഴുകുന്ന ലൂപ്പിനെ ഇറക്കി വെച്ചു. അന്നേരം അതിൻ്റെ ലൂപ്പിലെ രണ്ട് വശങ്ങളിൽ എന്തുണ്ടാകും?
ഫോഴ്സ് ഉണ്ടാകും. ആ ഫോഴ്സ് എത്രയാണ്? ബില്ല് BIL sin θ. ഓക്കെ, നമ്മളത് കൊടുത്തു. അപ്പോൾ നമുക്ക് മനസ്സിലായി എ ബിയിലും സി ഡിയിലും എന്തുണ്ട്? ഫോഴ്സ് ഉണ്ട്. അതെന്താ കാരണം? അവിടെ രണ്ട് സ്ഥലത്തും എന്താണ്? തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രിയാണ്. ബാക്കി രണ്ട് സ്ഥലത്തും തീറ്റയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ 0 ഉള്ള സ്ഥലത്ത് ഫോഴ്സ് ഇല്ല, 90 ഉള്ള സ്ഥലത്ത് ഫോഴ്സ് മാക്സിമം ഉണ്ടാകും. അപ്പോൾ ഫോഴ്സ് നമുക്ക് കിട്ടി. രണ്ട് സ്ഥലത്ത് ഫോഴ്സ് ഉണ്ട്. പിന്നെ ആ ഫോഴ്സിൻ്റെ നേച്ചർ എന്താണ്? രണ്ടും ഓപ്പോസിറ്റ്